നിങ്ങൾ ഒരു ചക്രം മാത്രം ഉണർത്തിയാൽ പോലും സാധാരണ ജീവിതം നയിക്കുന്ന 65% ആളുകളേക്കാൾ മുന്നിലായിരിക്കും. 3 ചക്രങ്ങൾ ഉണർത്തിയാൽ ആത്മീയ ജീവിതത്തിന്റെ പടികൾ കയറാൻ ശ്രമിക്കുന്ന 95% ആളുകളേക്കാൾ മുന്നിലായിരിക്കും. 5 ചക്രങ്ങൾ ഉണർത്തിയാൽ ജീവിതകാലം മുഴുവൻ ഈ ചക്രങ്ങളെ ഉണർത്താൻ ശ്രമിച്ച 99% ആളുകളേക്കാൾ നിങ്ങൾ മുന്നിലായിരിക്കും. നിങ്ങൾ 7 ചക്രങ്ങളും ഉണർത്തിയാൽ ജീവിതത്തിൽ എന്തും നേടാൻ കഴിയുന്ന ആ 1% ആളുകളിൽ നിങ്ങളും ഉൾപ്പെടും. 1% എന്നത് ചെറിയ സംഖ്യയല്ല. ഇന്നത്തെ ഇന്ത്യയുടെ ജനസംഖ്യ വെച്ച് നോക്കിയാൽ അത് ഏകദേശം 1,41,00,000 ആളുകളാണ്. 7 ചക്രങ്ങളും ഉണർന്ന ആളുകൾ ഇത്രയധികം ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. 1%ത്തിന്റെ 4/1 പോലും വരില്ല. അപ്പോൾ 7 ചക്രങ്ങൾ ഉണർത്തുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണോ? ഞാൻ പറയും അതെ എന്നും അല്ല എന്നും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് ഞാൻ പിന്നീട് പറയാം. മനുഷ്യന്റെ സങ്കല്പശക്തിക്ക് അതിരുകളില്ല. അതിനെ ഉണർത്തി നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ എന്തും ആവാൻ കഴിയും, എന്തും ചെയ്യാൻ കഴിയും. അതിനു മുമ്പ് എന്താണ് ചക്രങ്ങളെന്ന് നോക്കാം. ചക്രം എന്ന വാക്കിനർത്ഥം വൃത്താകൃതിയിലുള്ളത് എന്നാണ്. കാരണം ശരീരത്തിലെ ഊർജം ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് നീങ്ങുന്നത് ഒരു വൃത്തത്തിലാണ്. അതുകൊണ്ടാണ് ഇതിനെ ചക്രം എന്ന് വിളിക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ ആയിരക്കണക്കിന് ഊർജ്ജച്ചുഴികൾ ഒരു ഗാലക്സി പോലെ കറങ്ങുന്നുണ്ട്. ഇതിൽ 114 എണ്ണം പ്രധാനപ്പെട്ടതാണ്. ഈ 114 എണ്ണത്തിൽ പ്രധാനമായും 7 ചക്രങ്ങളെക്കുറിച്ചാണ് കൂടുതലും ചർച്ച ചെയ്യുന്നത്. ഇവിടെ ഊർജം ഒരു വൃത്തത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇത് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. വിജ്ഞാനം പോലും ഈ ചക്രങ്ങളുടെ അതിസൂക്ഷ്മമായ സാന്നിധ്യം അംഗീകരിച്ചിട്ടുണ്ട്. ഭാരതീയ പരമ്പരാഗത വൈദ്യശാസ്ത്രമനുസരിച്ച് ഈ ചക്രങ്ങൾ നമ്മുടെ ശരീരത്തിൽ നിഷ്ക്രിയമായി സുഷുപ്താവസ്ഥയിൽ കിടക്കുന്നു. ഇവ ഊർജ്ജകേന്ദ്രങ്ങളാണ്. ഇംഗ്ലീഷിൽ ഇതിനെ എനർജി സിസ്റ്റം എന്നും പറയുന്നു. ശരീരത്തിലെ ചക്രങ്ങളെക്കുറിച്ച് പറയാൻ ഒരുപാടുണ്ട്. പക്ഷേ അങ്ങനെ ചെയ്താൽ വീഡിയോ ഒരുപാട് വലുതാകും. വലിയ വീഡിയോകൾ നിങ്ങൾ കൃത്യമായി കാണില്ല. അതുകൊണ്ട് വളരെ കുറഞ്ഞ വാക്കുകളിൽ പറയാൻ ഞാൻ ശ്രമിക്കാം. എങ്കിലും നിങ്ങളോടൊരു അഭ്യർത്ഥനയുണ്ട്. നിങ്ങൾക്ക് അറിവിനോട് അല്പമെങ്കിലും ജിജ്ഞാസയുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. കാരണം ഇന്ന് ഞാൻ ശരീരത്തിലെ 7 ചക്രങ്ങളുടെ രഹസ്യം വെളിപ്പെടുത്തും. ഈ വീഡിയോ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോ ചക്രവും തുറക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് മുന്നോട്ടു പോകാം. ഈ വീഡിയോയിൽ നമ്മൾ അറിയാൻ പോകുന്നത് മനുഷ്യ ശരീരത്തിലെ സപ്തചക്രങ്ങളുടെ സ്വാധീനം എന്താണ്, ഓരോ ചക്രവും എങ്ങനെ ഉണർത്താം, 7 ചക്രങ്ങളുടെയും ബീജമന്ത്രങ്ങൾ, ഓരോ ചക്രവും ഉണരുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ശക്തി, സപ്തചക്രങ്ങളെ ഉണർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഈ വിവരങ്ങളെല്ലാം ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ലഭിക്കും. ഈ മനുഷ്യ ശരീരം അനന്തമായ രഹസ്യങ്ങളാൽ നിറഞ്ഞതാണ്. ഇത് നമ്മുടെ വേദങ്ങളിൽ വിവരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും നേടാൻ കഴിയും. നിങ്ങളുടെ ഈ ശരീരത്തിൽ ദേവീദേവന്മാർക്കുള്ളത്രയും ശക്തിയുണ്ട്. പക്ഷേ അതിനെ ഉണർത്തണം. ആ ശക്തികളെല്ലാം ഇപ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ നിഷ്ക്രിയമായി കിടക്കുകയാണ്. അപ്പോൾ ആ ശക്തികളെ ഇന്ന് നമുക്ക് ഉണർത്താം. അതായത് ആ ശക്തികളെ ഉണർത്താനുള്ള അറിവ് നൽകാം. ഈ അറിവിന്റെ എത്ര ഭാഗം നിങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നു എന്നത് നിങ്ങളുടെ ഇഷ്ടമാണ്. നമ്മുടെ ആദ്യത്തെ ചക്രം മൂലാധാര ചക്രമാണ്. ഇതിനെ റൂട്ട് ചക്ര എന്നും പറയും. ശരീരത്തിലെ 7 പ്രധാന ചക്രങ്ങളിൽ ആദ്യത്തേതാണിത്. ഇതിന് സുരക്ഷ, സ്ഥിരത, ഭൗതിക ആവശ്യങ്ങൾ എന്നിവയുമായി ബന്ധമുണ്ട്. മൂലാധാര ചക്രത്തിന്റെ സ്ഥാനം വ്യക്തിയുടെ മലദ്വാരത്തിനും ലിംഗത്തിനുമിടയിലാണ്. ഇത് 4 ദളങ്ങളുള്ള ഒരു അടിസ്ഥാന ചക്രമാണ്. 99.9% ആളുകളുടെയും ബോധം ഈ ചക്രത്തിൽ തന്നെ തങ്ങി നിൽക്കുന്നു. അവർ ഈ ചക്രത്തിൽ തന്നെ ജീവിച്ചു മരിക്കുന്നു. ആരുടെ ജീവിതത്തിലാണോ ഭോഗം, ലൈംഗിക ബന്ധം, നിദ്ര എന്നിവയ്ക്ക് പ്രാധാന്യമുള്ളത് അവരുടെ ഊർജം ഈ ചക്രത്തിനു ചുറ്റും കേന്ദ്രീകരിച്ചിരിക്കുന്നു. മൂലാധാര ചക്രത്തിന്റെ ബീജമന്ത്രം ലം ലാം ആണ്. മൂലാധാര ചക്രം ഉണർത്തുന്ന രീതി. മനുഷ്യൻ മൃഗങ്ങളെപ്പോലെ ജീവിക്കുന്ന കാലത്തോളം സംഗീതം അവന്റെ ഊർജം മൂലാധാരത്തിൽ തന്നെ തങ്ങി നിൽക്കുന്നു. മൂലാധാര ചക്രത്തിന്റെ സ്ഥാനത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ മൂലാധാര ചക്രം ഉണരാൻ തുടങ്ങുന്നു. ഇത് ഉണർത്താനുള്ള രണ്ടാമത്തെ മാർഗം യമനിയമങ്ങൾ പാലിച്ച് സാക്ഷിഭാവത്തിൽ സാക്ഷിയായി കഴിയുക എന്നതാണ്. മൂലാധാര ചക്രത്തെ ഉണർത്താൻ സഹായിക്കുന്ന ചില ആസനങ്ങൾ ഞാനിവിടെ പറയാം. താടാസനം, മൗണ്ടൻ പോസ്; വീരഭദ്രാസനം, വാരിയർ പോസ്; വൃക്ഷാസനം, ട്രീ പോസ്; മലാസനം, ഗാർലൻ പോസ്. പ്രാണായാമങ്ങൾ: കപാൽഭാതി, ഭസ്ത്രിക പ്രാണായാമം. ഇവ ചെയ്യുന്നതിലൂടെ മൂലാധാര ചക്രത്തെ ഉണർത്താൻ സഹായം ലഭിക്കും. ഈ ചക്രത്തിന്റെ സ്വാധീനം. ഈ ചക്രം ഉണരുമ്പോൾ വ്യക്തിയിൽ ധീരത, നിർഭയത്വം, ആനന്ദം എന്നിവ ഉണരുന്നു. വ്യക്തിയുടെ ശാരീരിക ആഗ്രഹങ്ങൾ നിയന്ത്രിതമാകുകയും അയാൾക്ക് ബ്രഹ്മചര്യം പാലിക്കാൻ കഴിയുകയും ചെയ്യുന്നു. ബ്രഹ്മചര്യം ആത്മീയ ഊർജ്ജത്തെ സംരക്ഷിക്കുന്നു. ഇത് ധ്യാനത്തിലും സാധനയിലും കൂടുതൽ ആഴങ്ങളിലേക്ക് പോകാൻ സഹായിക്കുന്നു. ശ്രദ്ധിക്കേണ്ട കാര്യം: മൂലാധാര ചക്രത്തിന്റെ ഉണർവ് വളരെ സാവധാനത്തിൽ നടക്കുന്ന പ്രക്രിയയാണ്. ഇതിന് ക്ഷമയും തുടർച്ചയായ പരിശീലനവും ആവശ്യമാണ്.
നമ്മുടെ രണ്ടാമത്തെ ചക്രം സ്വാധിഷ്ഠാന ചക്രമാണ്. ഇതിനെ സാക്രൽ ചക്ര എന്നും പറയും. ഇത് ശരീരത്തിലെ 7 പ്രധാന ചക്രങ്ങളിൽ രണ്ടാമത്തേതാണ്. സ്വാധിഷ്ഠാന സ്വയം എന്നും അധിഷ്ഠാനം സ്ഥലമെന്നും ചേർന്നാണ് സ്വാധിഷ്ഠാനം എന്ന വാക്ക് ഉണ്ടായത്. ഇത് മനുഷ്യനകത്ത് ആത്മാവിന്റെ വ്യക്തിപരമായ വാസസ്ഥലത്തെ സൂചിപ്പിക്കുന്നു. കൂടാതെ ജീവോർജ്ജത്തിന്റെ പ്രധാന സ്രോതസ്സായി കണക്കാക്കപ്പെടുന്നു. ലിംഗമൂലത്തിൽ നിന്ന് 4 വിരൽ മുകളിലും നാഭിക്ക് താഴെയുമായി ഇത് സ്ഥിതി ചെയ്യുന്നു. ഇതിന് 6 ദളങ്ങളുണ്ട്. നിറം ഓറഞ്ചാണ്. സ്വാധിഷ്ഠാന ചക്രം വ്യക്തിയെ ആത്മബോധത്തിലേക്ക് നയിക്കുന്നു. ഈ ചക്രം ഉണരുമ്പോൾ ഒരാൾക്ക് തന്റെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന ആത്മീയവും ആത്മാനുഭവപരവുമായ സാധ്യതകളെ തിരിച്ചറിയാൻ കഴിയും. നിങ്ങളുടെ ഊർജ്ജം ഈ ചക്രത്തിൽ മാത്രം കേന്ദ്രീകരിക്കപ്പെട്ടതാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വിനോദം, ചുറ്റിക്കറങ്ങൽ, ഉല്ലാസം എന്നിവയ്ക്കായിരിക്കും മുൻഗണന. ഇതെല്ലാം ചെയ്തുകൊണ്ട് നിങ്ങളുടെ ജീവിതം എപ്പോൾ അവസാനിച്ചുവെന്ന് നിങ്ങൾക്ക് അറിയില്ല. കൈകളിലൊന്നും ഉണ്ടാകില്ല. സ്വാധിഷ്ഠാന ചക്രത്തിന്റെ ബീജമന്ത്രം വമാണ്. സ്വാധിഷ്ഠാന ചക്രം ഉണർത്തുന്ന രീതി. ഞാൻ ഒറ്റയടിക്ക് ഒരു കാര്യം പറയാം. ആത്മീയ ജീവിതത്തിൽ മുന്നേറാൻ നിങ്ങൾ ധ്യാനം, പ്രാണായാമം അല്ലെങ്കിൽ ഏതെങ്കിലും ആസനം ചെയ്യുമ്പോൾ നിങ്ങളുടെ നട്ടെല്ല് നിവർത്തിവെക്കണം. കണ്ണുകൾ അടച്ച് സ്വാധിഷ്ഠാന ചക്രത്തിൽ ശ്രദ്ധിക്കുക. അത് നാഭിക്ക് 2 ഇഞ്ച് താഴെയായി ജനനേന്ദ്രിയങ്ങൾക്ക് സമീപം സ്ഥിതി ചെയ്യുന്നു. ഈ ചക്രത്തിൽ തിളങ്ങുന്ന ഓറഞ്ച് നിറത്തിലുള്ള ഒരു പ്രകാശം കാണാൻ ശ്രമിക്കുക. ധ്യാന സമയത്ത് ഈ ചക്രത്തിന്റെ ബീജമന്ത്രമായ ഉച്ചരിക്കാം. ദിവസവും 20 മുതൽ 25 വരെ മിനിറ്റ് ഈ ധ്യാനം ചെയ്യുക. സ്വാധിഷ്ഠാന ചക്രം ഉണർത്താൻ സഹായിക്കുന്ന ആസനങ്ങൾ: ബദ്ധകോണാസനം, ബട്ടർഫ്ലൈ പോസ്; ഉത്താനാസനം, ഫോർവേഡ് ബെൻഡ്; പശ്ചിമോത്താനാസനം, സീറ്റഡ് ഫോർവേഡ് ബെൻഡ്. പ്രാണായാമങ്ങൾ: അനുലോം വിലോം, ഭ്രാമരി പ്രാണായാമം. നിങ്ങളുടെ ജീവിതത്തിൽ സിനിമ കാണുന്നതിനോ മറ്റ് വിനോദങ്ങൾക്കോ താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ബുദ്ധിമുട്ടുകളുണ്ടാകാം. കാരണം സിനിമകളും നാടകങ്ങളും യഥാർത്ഥമല്ല, പക്ഷേ അതിനോട് ചേർന്ന് വ്യക്തിയുടെ ബോധം മയക്കത്തിലാകുന്നു. അവയിൽ നിന്ന് നിങ്ങൾ അനുഭവിക്കുന്നത് നിങ്ങളുടെ ബോധരഹിതമായ ജീവിതത്തിന്റെ തെളിവാണ്. കാരണം ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകം ഒരു മായയും നാടകവുമാണ്. അതിനാൽ സിനിമകളെയും നാടകങ്ങളെയും ഒഴിവാക്കുക. ഈ ചക്രത്തിന്റെ സ്വാധീനം: ഇതുണരുമ്പോൾ ക്രൂരത, അഹംഭാവം, അലസത, അവിവേകം, അനുസരണക്കേട്, അവിശ്വാസം തുടങ്ങിയ ദുർഗുണങ്ങൾ നശിക്കുന്നു. സിദ്ധികൾ നേടുന്നതിന് ഈ ദുർഗുണങ്ങൾ ഇല്ലാതാകേണ്ടത് ആവശ്യമാണ്. അപ്പോൾ സിദ്ധികൾ നിങ്ങളുടെ വാതിൽക്കൽ വരും. ഓരോ ചക്രത്തെക്കുറിച്ചും അരമണിക്കൂറോ 1 മണിക്കൂറോ വീഡിയോ ഉണ്ടാക്കാൻ കഴിയും. പക്ഷേ ഞാൻ വളരെ കുറഞ്ഞ വാക്കുകളിൽ നല്ല രീതിയിൽ പറയാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് ദയവായി വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. മൂന്നാമത്തെ ചക്രം മണിപൂര ചക്രമാണ്. ഇതിനെ സോളാർ പ്ലെക്സസ് ചക്ര അല്ലെങ്കിൽ നാഭിചക്ര എന്നും പറയും. ഈ ചക്രം നാഭിക്ക് പിന്നിലായി സ്ഥിതി ചെയ്യുന്നു. മണിപൂര എന്ന വാക്കിനർത്ഥം രത്നങ്ങളുടെ നഗരം അല്ലെങ്കിൽ രത്നങ്ങളുടെ പ്രകാശമെന്നാണ്. ഇത് വ്യക്തിയുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ശക്തികളെയും സാധ്യതകളെയും സൂചിപ്പിക്കുന്നു. ഇതിന്റെ തത്വം അഗ്നിയാണ്. അത് പ്രകാശം, ചൂട്, പരിവർത്തനം എന്നിവയുടെ പ്രതീകമാണ്. ഇതിന് 10 താമരദളങ്ങളുണ്ട്. ഒരു വ്യക്തിയുടെ ബോധമോ ഊർജ്ജമോ ഇവിടെ കേന്ദ്രീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അയാൾക്ക് കർമ്മം ചെയ്യാനുള്ള ആവേശമുണ്ടാകും. അങ്ങനെയുള്ളവരെ കർമ്മയോഗികൾ എന്ന് വിളിക്കുന്നു. മണിപൂര ചക്രത്തിന്റെ ബീജമന്ത്രം റാം ആണ്. മണിപൂര ചക്രം എങ്ങനെ ഉണർത്താം? മണിപൂര ചക്രത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇതിന്റെ ഊർജ്ജത്തെ ഉണർത്താൻ കഴിയും. ധ്യാനസമയത്ത് നാഭിപ്രദേശത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അവിടെ ചൂടോ ഊർജ്ജമോ അനുഭവിക്കാൻ ശ്രമിക്കുക. ധ്യാനസമയത്ത് ഈ ചക്രത്തിന്റെ ബീജമന്ത്രമായ ഉച്ചരിക്കാം. മണിപൂര ചക്രം ഉണർത്താൻ സഹായിക്കുന്ന ആസനങ്ങൾ: ഉത്തിത ത്രികോണാസനം, എക്സ്റ്റൻഡഡ് ട്രയാങ്കിൾ പോസ്; ധനുരാസനം, ബോ പോസ്. പ്രാണായാമങ്ങൾ: ഉജ്ജയി പ്രാണായാമം, കപാൽഭാതി പ്രാണായാമം. ഇവ ദിവസവും പരിശീലിക്കണം. ഈ ചക്രത്തിന്റെ സ്വാധീനം: ഇത് സജീവമാകുമ്പോൾ ദുരാഗ്രഹം, അസൂയ, പരദൂഷണം, ലജ്ജ, ഭയം, വെറുപ്പ്, സ്നേഹബന്ധം തുടങ്ങിയ മാലിന്യങ്ങൾ അകലുന്നു. ഈ ചക്രം യഥാർത്ഥത്തിൽ ആത്മശക്തി നൽകുന്നു. സിദ്ധികൾ നേടാൻ ആത്മവിശ്വാസം ആവശ്യമാണ്. ആത്മവിശ്വാസമുള്ളവനാകാൻ നിങ്ങൾ ശരീരമല്ല ആത്മാവാണെന്ന് അനുഭവിക്കാൻ കഴിയണം. ആത്മശക്തി, ആത്മബലം, ആത്മാഭിമാനം എന്നിവയുണ്ടെങ്കിൽ ജീവിതത്തിലെ ഒരു ലക്ഷ്യവും ദുർലഭമല്ല. നാലാമത്തെ ചക്രം അനാഹത ചക്രമാണ്. അനാഹത ചക്രം ഹൃദയഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്, അതായത് നെഞ്ചിന്റെ നടുവിൽ, സ്തനങ്ങൾക്കിടയിൽ. ഇതിനെ ഹൃദയചക്ര എന്നും വിളിക്കുന്നു. കാരണം ഇത് സ്നേഹം, ദയ, ആത്മാനുഭവം എന്നിവയുടെ കേന്ദ്രമായി കണക്കാക്കപ്പെടുന്നു. ഇതിന്റെ പ്രതീകം 12 ദളങ്ങളുള്ള പച്ച താമരയാണ്. ഓരോ ദളവും മനുഷ്യവികാരങ്ങളെ സൂചിപ്പിക്കുന്നു. ഇതിനുള്ളിൽ 2 ത്രികോണങ്ങളുണ്ട്, ഒന്ന് മുകളിലേക്കും ഒന്ന് താഴേക്കും. ഇത് ഭൂമിയുടെയും ആകാശത്തിന്റെയും സംഗമത്തിന്റെ പ്രതീകമാണ്. അനാഹത ചക്രത്തിന്റെ ബീജമന്ത്രം യം ആണ്. അനാഹത ചക്രം എങ്ങനെ ഉണർത്താം?
ഹൃദയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ധ്യാനിക്കുന്നതിലൂടെ ഈ ചക്രം ഉണരാൻ തുടങ്ങുന്നു. പ്രത്യേകിച്ച് രാത്രി ഉറങ്ങുന്നതിനു മുമ്പ് ഈ ചക്രത്തിൽ ധ്യാനം ചെയ്യുന്നത് വളരെ സഹായകമാണ്. പരിശീലനത്തിലൂടെ സുഷുമ്നാ നാഡി ഈ ചക്രത്തെ ഭേദിച്ച് മുകളിലേക്ക് ഗമിക്കാൻ തുടങ്ങുന്നു. അനാഹത ചക്രം ഉണർത്താൻ സഹായിക്കുന്ന ആസനങ്ങൾ: ഭുജംഗാസനം, ഉഷ്ട്രാസനം, ധനുരാസനം, ഗോമുഖാസനം. പ്രാണായാമങ്ങൾ: ഉജ്ജയി പ്രാണായാമം, അനുലോം വിലോം പ്രാണായാമം, ഭസ്ത്രിക പ്രാണായാമം. ഇവ ദിവസവും പരിശീലിക്കുന്നത് അനാഹത ചക്രം ഉണർത്താൻ സഹായിക്കുന്നു. അനാഹത ചക്രത്തിന്റെ ബീജമന്ത്രം യം ആണ്. ഇത് ധ്യാനസമയത്ത് പരിശീലനത്തിനായി ഉപയോഗിക്കാം. ഈ ചക്രത്തിന്റെ സ്വാധീനം: ഇത് സജീവമാകുമ്പോൾ വഞ്ചന, തട്ടിപ്പ്, അക്രമം, ദുർവാദം, ഉത്കണ്ഠ, അഹന്ത, അവിവേകം, അഹങ്കാരം എന്നിവ അവസാനിക്കുന്നു. ഈ ചക്രം ഉണരുമ്പോൾ വ്യക്തിയിൽ സ്നേഹവും സഹാനുഭൂതിയും ഉണരുന്നു. ഇത് ഉണരുമ്പോൾ അറിവ് സ്വയം പ്രത്യക്ഷപ്പെടാൻ തുടങ്ങുന്നു. വ്യക്തി അത്യധികം ആത്മവിശ്വാസമുള്ളവനും സുരക്ഷിതനും സ്വഭാവഗുണങ്ങളുള്ളവനും വൈകാരികമായി സന്തുലിതനുമായി മാറുന്നു. അങ്ങനെയുള്ള ഒരാൾ വളരെ ദയയുള്ളവനും സ്വാർത്ഥതയില്ലാത്തവനും മനുഷ്യസ്നേഹിയും എല്ലാവർക്കും പ്രിയപ്പെട്ടവനുമായി മാറുന്നു. വീഡിയോ ദയവായി സ്കിപ്പ് ചെയ്യരുത്, കാരണം വീഡിയോയുടെ അവസാനം ഇവയുടെയെല്ലാം സാരം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും. കൂടാതെ ചക്രങ്ങളെ ഉണർത്താൻ ശ്രമിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളും ഞാൻ പറയും. അപ്പോൾ നമുക്ക് വിശുദ്ധ ചക്രത്തിലേക്ക് പോകാം. 5ാമത്തെ ചക്രം വിശുദ്ധ ചക്രമാണ്. വിശുദ്ധ ചക്രം കഴുത്തിന്റെ അടിഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിനെ കണ്ഠചക്ര എന്നും പറയുന്നു. വിശുദ്ധ ചക്രത്തിന്റെ തത്വം ആകാശമാണ്. ഇത് വ്യാപകത, ശുദ്ധത, സ്വാതന്ത്ര്യം എന്നിവയുടെ പ്രതീകമാണ്. ഇതിന്റെ നിറം നീലയാണ്. ഇത് ശാന്തി, സത്യം, ശുചിത്വം എന്നിവയുടെ പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. വിശുദ്ധ ചക്രത്തെ 16 ദളങ്ങളുള്ള താമരയായിട്ടാണ് പറയുന്നത്. വിശുദ്ധ ചക്രത്തിന്റെ ബീജമന്ത്രം ഹം ഹാം ആണ്. വിശുദ്ധ ചക്രം ഉണർത്തുന്ന രീതി: ബീജമന്ത്രങ്ങൾ ജപിക്കുന്നതിലൂടെ ഈ ചക്രത്തിന്റെ ഊർജ്ജത്തെ ഉണർത്താൻ കഴിയും. ഒരാൾ ഈ മന്ത്രം നിരന്തരം ജപിക്കുമ്പോൾ ചക്രത്തിന്റെ ശബ്ദം ഒരു കമ്പനമുണ്ടാക്കുന്നു. അത് ഉണർവിന്റെ പ്രക്രിയ വേഗത്തിലാക്കുന്നു. ധ്യാനരീതി: ധ്യാനിക്കുമ്പോൾ കഴുത്തിന്റെ ഭാഗത്തുള്ള ആകാശതത്വത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഈ സമയത്ത് കഴുത്തിന്റെ മധ്യഭാഗത്തുള്ള നീലപ്രകാശത്തെ സങ്കൽപ്പിക്കുക. അത് ശരീരം മുഴുവൻ ശാന്തിയും സന്തുലിതാവസ്ഥയും പരത്തുന്നു. വിശുദ്ധ ചക്രം ഉണർത്താൻ സഹായിക്കുന്ന ആസനങ്ങൾ: സർവാംഗാസനം, ഷോൾഡർ സ്റ്റാൻഡ്, മത്സ്യാസനം, ഫിഷ് പോസ്, സിംഹാസനം, ലയൺ പോസ്, അർദ്ധമത്സ്യേന്ദ്രാസനം. പ്രാണായാമങ്ങൾ: ഉജ്ജയി പ്രാണായാമം, ഭ്രാമരി പ്രാണായാമം. ഇവ ദിവസവും പരിശീലിക്കുന്നത് വിശുദ്ധ ചക്രം ഉണർത്താൻ സഹായകമാണ്. ഈ ചക്രത്തിന്റെ സ്വാധീനം: വിശുദ്ധ ചക്രം ഉണരുമ്പോൾ നിങ്ങൾക്ക് 16 കലകളെയും 16 ശക്തികളെയും കുറിച്ചുള്ള അറിവ് ലഭിക്കുന്നു. വിശുദ്ധ ചക്രം ഉണരുമ്പോൾ മനുഷ്യന് തന്റെ വിശപ്പും ദാഹവും നിയന്ത്രിക്കാൻ കഴിയും. അതുപോലെ കാലാവസ്ഥയുടെ സ്വാധീനത്തെയും തടയാൻ കഴിയും. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഓരോ ചക്രത്തെക്കുറിച്ചും പ്രത്യേക വീഡിയോ വേണമെങ്കിൽ കമന്റിൽ ചക്ര എന്നെഴുതുക. നമ്മുടെ 6ാമത്തെ ചക്രം ആജ്ഞാചക്രമാണ്. ആജ്ഞാചക്രം നമ്മുടെ നെറ്റിയുടെ നടുവിൽ പുരികങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നു. ഇതിനെ ഇംഗ്ലീഷിൽ തേർഡ് ഐ ചക്ര അല്ലെങ്കിൽ ബ്രൗ ചക്ര എന്നും പറയുന്നു. ഈ ചക്രം നമ്മുടെ 2 പുരികങ്ങൾക്കിടയിലുള്ള മസ്തിഷ്കത്തിന്റെ ആഴത്തിലുള്ള ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ചക്രത്തിന് നമ്മുടെ ഉൾക്കാഴ്ചയുമായും ബുദ്ധിയുമായും പ്രധാന ബന്ധമുണ്ട്. ഈ ചക്രത്തെക്കുറിച്ച് നമ്മുടെ ആന്തരിക അറിവിന്റെ കവാടം എന്ന നിലയിൽ ശാസ്ത്രങ്ങളിൽ വിവരിച്ചിട്ടുണ്ട്. ഭൗതികവും ആത്മീയവുമായ കാഴ്ചകൾ നമ്മൾ ഇവിടെ നിന്നാണ് അനുഭവിക്കുന്നത്. ഒരു വ്യക്തിയുടെ ഊർജ്ജം ഇവിടെ കൂടുതൽ സജീവമാണെങ്കിൽ അയാൾ കൂടുതൽ സംവേദനക്ഷമതയും മൂർച്ചയുള്ള ബുദ്ധിയുള്ളവനുമായിരിക്കും. പക്ഷേ എല്ലാം അറിഞ്ഞിട്ടും അയാൾ മൗനം പാലിക്കുന്നു. ഇതിനെ ബൗദ്ധിക സിദ്ധി എന്ന് വിളിക്കുന്നു. ആജ്ഞാചക്രത്തിന്റെ ബീജമന്ത്രം ഓം ഓം ആണ്. ആജ്ഞാചക്രം എങ്ങനെ ഉണർത്താം? പുരികങ്ങൾക്കിടയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് സാക്ഷിഭാവത്തിൽ ഇരിക്കുന്നതിലൂടെ ഈ ചക്രം ഉണരാൻ തുടങ്ങുന്നു. ആജ്ഞാചക്രം ഉണർത്താൻ ധ്യാനം, പ്രാണായാമം, ബീജമന്ത്രം എന്നിവയുടെ പരിശീലനം വളരെ പ്രധാനമാണ്. ധ്യാനം എങ്ങനെ ചെയ്യാം? സാക്ഷിഭാവത്തിലിരിക്കുക, ആജ്ഞാചക്രത്തിൽ ശ്രദ്ധിക്കുക. ധ്യാനിക്കുമ്പോൾ നിങ്ങളുടെ നോട്ടം പുരികങ്ങൾക്കിടയിൽ കേന്ദ്രീകരിക്കുക. ഈ ധ്യാനത്തെ ത്രാടക ധ്യാനം എന്നും പറയുന്നു. ഇതിലൊരു ബിന്ദുവിൽ നോട്ടമുറപ്പിക്കണം. ഈ ധ്യാനം പതിവായി പരിശീലിക്കുന്നത് ആജ്ഞാചക്രത്തിന്റെ ഉണർവിന് സഹായിക്കുന്നു. ആജ്ഞാചക്രം ഉണർത്താൻ സഹായിക്കുന്ന പ്രാണായാമങ്ങൾ: നാഡീശുദ്ധി പ്രാണായാമം, ഭ്രാമരി പ്രാണായാമം, അനുലോം വിലോം പ്രാണായാമം. ഇവ ആജ്ഞാചക്രം ഉണർത്താൻ സഹായിക്കുന്നു. പ്രത്യേകിച്ചും നാഡീശുദ്ധി പ്രാണായാമം നാഡികളെ ശുദ്ധീകരിക്കുന്നു. ഇത് ആജ്ഞാചക്രത്തിന്റെ ഊർജ്ജപ്രവാഹത്തിന് സഹായിക്കുന്നു. ബീജമന്ത്രം: ആജ്ഞാചക്രത്തിന്റെ ബീജമന്ത്രം ഓം ആണ്. ഈ മന്ത്രം ജപിക്കുമ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ആഴത്തിലുള്ള ശ്വാസമെടുത്ത് ഉച്ചരിക്കുക. ഇത് നിങ്ങളുടെ ഉള്ളിലെ ബോധത്തെ ഉണർത്തുകയും ആജ്ഞാചക്രത്തിന്റെ ഊർജ്ജത്തെ സജീവമാക്കുകയും ചെയ്യുന്നു.
സഹായിക്കുന്ന ആസനങ്ങൾ: ബാലാസനം, ചൈൽഡ് പോസ്; ശീർഷാസനം, ഹെഡ് സ്റ്റാൻഡ്; പശ്ചിമോത്താനാസനം, സീറ്റഡ് ഫോർവേഡ് ബെൻഡ്. ഈ ചക്രത്തിന്റെ സ്വാധീനം: ഇവിടെ അപാരമായ ശക്തികളും സിദ്ധികളും കുടികൊള്ളുന്നു. ഈ ആജ്ഞാചക്രം ഉണരുമ്പോൾ നിങ്ങൾക്ക് ധാരാളം ശക്തികളുടെ അനുഭവമുണ്ടാകും. ആജ്ഞാചക്രം ഉണരുന്നതോടെ ഒരാൾ സിദ്ധപുരുഷനായി മാറുന്നു. അയാൾക്ക് വാക്സിദ്ധി ലഭിക്കുന്നു. അയാൾ എന്തു പറയുന്നുവോ അത് സത്യമായി സംഭവിക്കും. ഈ ശക്തികളെല്ലാം ആ വ്യക്തിയുടെ സ്വന്തമല്ല, മറിച്ച് അയാൾ ചെയ്ത തപസ്സിന്റെ ഫലമാണ്. നമ്മുടെ അവസാനത്തെ ചക്രം, ഏഴാമത്തെ ചക്രം, സഹസ്രാര ചക്രമാണ്. സഹസ്രാര ചക്രത്തിന്റെ സ്ഥാനം തലച്ചോറിന്റെ മധ്യഭാഗത്താണ്, അതായത് ശിഖ വയ്ക്കുന്ന ഭാഗത്ത്. ഒരാൾ യമ, നിയമ, ആസന, പ്രാണായാമങ്ങൾ പാലിച്ച് ഇവിടെ എത്തുകയാണെങ്കിൽ അയാൾ ആനന്ദമയമായ ശരീരത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു. അങ്ങനെയുള്ള ഒരാൾക്ക് ലോകത്തോടോ സന്യാസത്തോടോ സിദ്ധികളോടോ യാതൊരു ബന്ധവുമില്ല. സഹസ്രാര ചക്രത്തിന്റെ ബീജമന്ത്രം ഓമാണ്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. രണ്ട് ചക്രങ്ങളുടെയും ബീജമന്ത്രം ഓമാണ്, പക്ഷെ അവയുടെ ഫലങ്ങൾ വ്യത്യസ്തമാണ്. ആജ്ഞാചക്രം ആന്തരിക അറിവിനും മാനസിക വ്യക്തതയ്ക്കും വേണ്ടിയുള്ളതാണെങ്കിൽ സഹസ്രാര ചക്രം ആത്മജ്ഞാനത്തിനും ബ്രഹ്മാണ്ഡബോധവുമായുള്ള ബന്ധത്തിനും വേണ്ടിയുള്ള കേന്ദ്രമാണ്. സഹസ്രാര ചക്രം എങ്ങനെ ഉണർത്താം? മൂലാധാരത്തിലൂടെ മാത്രമേ സഹസ്രാരത്തിലേക്ക് എത്താൻ കഴിയൂ. തുടർച്ചയായി ധ്യാനം ചെയ്യുന്നതിലൂടെ ഈ ചക്രം ഉണരുന്നു. ആ വ്യക്തി പരമഹംസ പദവി നേടുന്നു. സഹസ്രാര ചക്രത്തിന്റെ ബീജമന്ത്രം ഓമാണ്. ഓം ജപിക്കുന്നത് ഈ ചക്രത്തെ ഉണർത്താൻ സഹായകമാകും. സഹസ്രാര ചക്രം ഉണർത്താൻ സഹായിക്കുന്ന ആസനങ്ങൾ: ശീർഷാസനം, ഹെഡ് സ്റ്റാൻഡ്; പത്മാസനം, ലോട്ടസ് പോസ്; ശവാസനം, കോർപ്സ് പോസ്. പ്രാണായാമങ്ങൾ: ഭ്രാമരി പ്രാണായാമം, നാഡി ശുദ്ധി പ്രാണായാമം, ഉജ്ജയി പ്രാണായാമം. ധ്യാനത്തിലൂടെയാണ് സഹസ്രാര ചക്രം ഉണരുന്നത്. ഈ ചക്രത്തിന്റെ സ്വാധീനം: ശരീരഘടനയിൽ ഈ സ്ഥാനത്ത് ധാരാളം പ്രധാനപ്പെട്ട വൈദ്യുത, ജൈവവൈദ്യുത ഊർജ്ജങ്ങൾ ശേഖരിക്കപ്പെടുന്നു. ഇതാണ് മോക്ഷത്തിന്റെ കവാടം. സഹസ്രാര ചക്രം ഉണർന്നാൽ നിങ്ങൾക്ക് പരമമായ അറിവ്, അൾട്ടിമേറ്റ് നോളജ്, ആത്മാനുഭവം, സെൽഫ് റിയലൈസേഷൻ, ബ്രഹ്മാണ്ഡ ഊർജ്ജവുമായുള്ള ബന്ധം, കണക്ഷൻ വിത്ത് കോസ്മിക് എനർജി, ഭൗതികവും ആത്മീയവുമായ പുരോഗതി, ശാന്തി, ആനന്ദം, പരമാനന്ദം എന്നിവ അനുഭവിക്കാൻ കഴിയും. സഹസ്രാര ചക്രം ഉണർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ: സഹസ്രാര ചക്രം ഉണർത്തുമ്പോൾ ചില വെല്ലുവിളികളുണ്ടാകാം. ശരീരത്തിന്റെയും മനസ്സിന്റെയും ശുദ്ധിക്ക് വലിയ പ്രാധാന്യമുണ്ട്. സഹസ്രാര ചക്രം ഉണർത്തുന്നതിനു മുമ്പ് മറ്റ് ചക്രങ്ങൾ സന്തുലിതമായിരിക്കണം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ അതെ എന്നും അല്ല എന്നുമുള്ളതിന്റെ കാരണം ഞാൻ പറയാം. 7 ചക്രങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് വിവരം ലഭിച്ചു. പക്ഷേ ഇതിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നൊന്നായി സാവധാനം മുന്നോട്ടു പോകുക. ഓരോ ചക്രത്തിന്റെയും ഊർജ്ജത്തെ സന്തുലിതമാക്കിയിട്ട് മാത്രമേ അടുത്ത ചക്രത്തിലേക്ക് പോകാൻ ശ്രമിക്കാവൂ. 2. ഭക്ഷണം സാത്വികമായിരിക്കണം. പുളിയും മധുരവും എരിവും മാംസാഹാരവും എരിവുള്ള ഭക്ഷണം കൂടാതെ മദ്യവും പുകയിലയും ഉപേക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. പുളിയും മധുരവും എരിവുമുള്ള ഭക്ഷണം ഉപേക്ഷിക്കുന്നത് ഒരു തരം തപസ്സാണ്. ഈ തപസ് നിങ്ങളുടെ ശരീരത്തിലെ ചക്രങ്ങളെ തുറക്കാൻ സഹായിക്കും. 3. ബ്രഹ്മചര്യം പാലിക്കണം. കൂടുതൽ ദേഷ്യം, കൂടുതൽ അത്യാഗ്രഹം, അഹങ്കാരം എന്നിവ ഒഴിവാക്കണം. ഇതെല്ലാം നിങ്ങൾ തുടക്കത്തിൽ തന്നെ ചെയ്യണം. ചക്രങ്ങൾ ഉണരുമ്പോൾ ഇത് സ്വയം സംഭവിക്കാൻ തുടങ്ങും. 4. ഗുരുവിന്റെ മാർഗനിർദ്ദേശം. ഈ പ്രക്രിയകളെല്ലാം ഒരു അനുഭവസമ്പത്തുള്ള ഗുരുവിന്റെ മാർഗനിർദ്ദേശത്തിൽ ചെയ്യണം. ഗുരുവിന്റെ മാർഗനിർദ്ദേശമില്ലാതെ ചക്രങ്ങളെ ഉണർത്താൻ ശ്രമിക്കരുത്. ഗുരു ആവശ്യമായി വരുന്നത് ഈ രീതിയിൽ തന്നെ കുണ്ടലിനി ശക്തിയും ഉണർത്തുന്നതുകൊണ്ടാണ്. എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ അത് മാനസികവും ശാരീരികവുമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. കൂട്ടുകാരെ, എന്തുകൊണ്ടാണ് ധ്യാനം ചെയ്യാൻ കഴിയാത്തതെന്നറിയാൻ ഈ വീഡിയോ കാണുക.